ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് മോർണിംഗിൽ തന്നെ കണ്ടത് വലിയൊരു ഫോളാണ് നിഫ്റ്റിയുടെ. ഈ അടുത്ത വന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഫോളോ, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഒന്ന് നിഫ്റ്റി നടത്തിയിരുന്നത്. ഒരു 1000 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ. നിഫ്റ്റി ഒരു 1000 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ വയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നൊരു ട്രേഡ് എടുക്കുക ഒരു ടാസ്ക്കാണ്. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക, നിഫ്റ്റി അങ്ങനെയാണ് പെർഫോം ചെയ്യുക, മനസ്സിലായില്ലേ? ഇത്രയും വലിയ ഗ്യാപ്പ് ഡൗൺ വരുമ്പോൾ പ്രീമിയത്തിൻ്റെ ഒരു പ്രശ്നം വരും. നിഫ്റ്റി ഓപ്ഷൻസ് പ്രീമിയം, ഈ പ്രീമിയം ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ടോട്ടലി ആ ഒരു ദിവസത്തെ ഫുള്ള് ട്രേഡ് ഹൈ പ്രീമിയത്തിലാവും ചെയ്യുക. ഹൈ വോളറ്റിലിറ്റി ആയിരിക്കും. എല്ലാതും ഇത്രയും വലിയ ഗ്യാപ്പ് ഡൗണിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി, നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കാം. അതൊന്നും ഒന്നാമത്തെ ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ SL പോവും എന്ന് വെച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ പ്രീമിയം അത്ര ഹൈ ആയിരിക്കും. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയ്ക്ക് കിട്ടുന്ന ഒരു പ്രീമിയം അല്ല എന്ന് ശരിക്കും നിഫ്റ്റിക്ക് വന്നേക്കണത്. ഒരു 250+ പോയിൻറ്റ്സിൻ്റെ പ്രീമിയത്തിലാണ് ഇന്ന് നിഫ്റ്റി റൺ ചെയ്യണത്. അപ്പോൾ തിങ്കളാഴ്ചകളിൽ 250+ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രീമിയമാണ്. സാധാരണ ഒരു 100, 120, 130 ആ റേഞ്ചിൽ കിട്ടേണ്ട പ്രീമിയമാണ് 250, 300 രൂപയ്ക്ക് കിട്ടണത്. അഡ്ഡമണിയുടെ കാര്യമാണ് പറയുന്നത്. അഡ്ഡമണിയാണ്. ഇൻഡമണിയൊക്കെ ഭയങ്കര ഹൈ ആണ് പ്രൈസ്. അഡ്ഡമണിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യേണ്ട അഡ്ഡമണി ട്രേഡ്സാണ് ചെയ്യണത്. അപ്പോൾ ഇത്രയും വലിയ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടിക്കാവുന്ന SL ഈസിയായിട്ട് അടിക്കും. 10 പോയിൻ്റാണ് നമ്മൾ നിഫ്റ്റിയിൽ SL ഇടുന്നത്. അപ്പോൾ ആ SL ഒക്കെ ഈസിയായിട്ട് പോകും. ഈസിയായിട്ട് നിഫ്റ്റിക്ക് SL ഒക്കെ ഹണ്ട് ചെയ്ത് പോകാൻ പറ്റും. ഇതിനൊരു മൊമെൻറ്റത്തിൻ്റെ ആവശ്യമില്ല. ബേസിക്കലി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹൈ റിട്ടേൺസും കിട്ടും, ഈസിയായിട്ട് SL പോവുകയും ചെയ്യും. നമ്മൾ 10 പോയിൻ്റ് SL ഇടുന്നതുകൊണ്ട് ഈസിയായിട്ട് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ഹൈ റിട്ടേൺസ് കിട്ടും, ഭയങ്കര വലിയ റിട്ടേൺസ് കിട്ടും നമുക്കൊന്ന്. അങ്ങനത്തെ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് SL പ്രോപ്പർ ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വൻ ലോസിലേക്ക് പോകും. എന്നോ അങ്ങനെയാണ് നമ്മൾ ട്രേഡ് കൊടുത്തതും. ഇത്രയും സ്ട്രൈക്കിലാണ് നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നത്. ഈ കാണുന്ന 4 സ്ട്രൈക്ക്. 4 സ്ട്രൈക്കിൽ ഒരെണ്ണം സെൻസസ് ആണ് കേട്ടോ. സെൻസസിൽ നമുക്ക് PE അടിക്കായിരുന്നു. അതൊരു ഫുൾ ടാർഗറ്റ് വന്നിട്ട് ട്രേഡാണ്. പിന്നെ നമുക്ക് നിഫ്റ്റിയിലൊരു ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ് ഉണ്ട്. പിന്നെ 2 SL അത് വന്നേക്കണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി ചാർട്ടിലേക്ക് പോവാം. നിഫ്റ്റി ചാർട്ടിൽ ഞാൻ മോർണിംഗിൽ തന്നെ കൊടുത്തിട്ടുള്ള ലെവൽസാണ്. ഓൾറെഡി ഞാൻ ഫ്യൂച്ചേഴ്സ് നോക്കിയിട്ടുണ്ട്, നിഫ്റ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾറെഡി 850+ പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനെ കൊടുത്താണ് ഈ ലെവൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട്, ഫസ്റ്റ് സപ്പോർട്ട് പറഞ്ഞാൽ ഇവിടെയാണ് 21,967 എന്ന് പറഞ്ഞ ലെവലിലാണ്. നിങ്ങൾ ഈ സപ്പോർട്ട് വേണമെങ്കിൽ നോക്കിക്കോ. കറക്റ്റായിട്ട് നിഫ്റ്റി ഇതിൻ്റെ അടിയിൽ ലോസ് ചെയ്തു, പിന്നെ ബൈയേഴ്സ് മുകളിൽ ലോസ് ചെയ്തു, പിന്നെ അടിയിൽ ലോസ് ചെയ്തു, പിന്നെയും ബൈയേഴ്സ് മുകളിൽ ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ബൈയിങ് പ്രഷറുണ്ട്. 21,967 ഒരു ബൈയിങ് പ്രഷറുണ്ട്. അത് തന്നെയാണ് കുറേ നേരത്തേക്ക് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഡൗണിലേക്ക് വന്നു തുടങ്ങി നിഫ്റ്റി. പിന്നെ കുറച്ച് നാളെ ഡൗൺ പോയി, പിന്നെയും തിരിച്ച് കയറി. പിന്നെ ഒരു സീസടിക്കൽ മൂവ്മെൻറ്റ്. ഈ സീസടിക്കൽ മൂവ്മെൻറ്റ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന മൂവ്മെൻറ്റ് അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത്രയും വലിയ ഡൗണാണ് നടന്നത് നിഫ്റ്റിക്ക്. അപ്പോൾ അവിടെ ഫണ്ട് ഓട്ടോമാറ്റിക്കലി ആഡാവും. അതിൻ്റെ അടിയിലുള്ള സപ്പോർട്ടുകളിലൊക്കെയും ഫണ്ട് ആഡാവും. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് സീസണിക്കുള്ള ഇപ്പോഴത്തെ റണ്ണ്. അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നല്ല മെയിനായിട്ടുള്ള റെസിസ്റ്റൻസുകളൊക്കെ ബ്രേക്ക് ആവണം. അതിലാണ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴുള്ള റെസിസ്റ്റൻസ് 22,378, 22,529, 22,669 ഇതൊക്കെയാണ്. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർദർ മൂവ്മെൻറ്റ് തന്നെയാണ് മുകളിലേക്ക് കേട്ടോ. ഇനിയിപ്പോൾ അടിയിലേക്ക് ഫോളോ ആവുകയാണെങ്കിൽ 600+ പോയിൻറ്റ്സ് ഫോളോ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഫോളോ ആയി നന്നായിട്ട് വരികയാണെങ്കിൽ. അതും ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ രാവിലത്തെ ഒരു ചാറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പാണ് കേട്ടോ. ഒരു 8:30, 8 മണി ടൈമിലാണ് ഇതൊക്കെയും കൊടുക്കണത്. അപ്പോൾ നിങ്ങൾക്കും ഇതിപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് ആൾക്കാർക്കൊക്കെയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അത് തികച്ചും ഫ്രീ ആണ്. നിങ്ങൾക്കൊരു 2-3 ട്രേഡൊക്കെ അതിൽ കിട്ടും. ഓപ്പർച്യൂണിറ്റി അനുസരിച്ചിട്ട് കേട്ടോ. ഓപ്പർച്യൂണിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് 2-3 ട്രേഡ് നിഫ്റ്റിയിൽ കിട്ടും. ആ ട്രേഡ് നിങ്ങൾക്ക് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നത് 21,750 PE-യിലാണ്. ഇത് 50 പോയിൻറ്റ് കിട്ടിയ ട്രേഡാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് SL വന്നിട്ടുള്ളൊരു ട്രേഡും കൂടെ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ട്രേഡ് SL ആണ്. ഇതിൽ 21,750 PE. 21,750 ഔട്ട് ഓഫ് ദ മണിയാണ് കേട്ടോ. അപ്ലൈ പറയാം, ഔട്ട് ഓഫ് ദ മണി ട്രേഡാണ് കൊടുത്തത്. ഔട്ട് ഓഫ് ദ മണിയുടെ വിലയാണ് നിങ്ങൾ കാണുന്നത് 201 രൂപ.
ഒരു 2, 3, 4 സ്ട്രൈക്ക് അടിയിൽ നിന്ന് തന്നെ എടുത്താണത്, ഔട്ട് ഓഫ് ദ മണി തന്നെയാണ്. എന്നിട്ടും 200 രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇന്നിപ്പോൾ മാർക്കറ്റ് നോക്കാത്ത കുറേ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക 200 രൂപയൊക്കെ ഉണ്ട് ഔട്ട് ഓഫ് ദ മണി നിഫ്റ്റിക്ക് വില. അപ്പോൾ അത്രയും വലിയ മൂവ്മെൻറ്റാണ് ടോട്ടൽ നിഫ്റ്റിയിൽ നടന്നത്. ഇതൊരു SL-ആണ്. ഇത് പ്രോപ്പറായിട്ട് SL അടിച്ചിട്ടുള്ള ട്രേഡ് തന്നെയാണ് കേട്ടോ. 10 പോയിൻ്റ് SL പോയിട്ടുണ്ട്. പിന്നെ തിരിച്ച് കയറുമ്പോൾ നമ്മൾ വേറെ ലെവൽ കൊടുത്തതാണ് 194.50. അതിൻ്റെ മുകളിൽ സെൽ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാം. ഇവിടെ സെൽ എക്സ്പ്രഷൻ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ട്രേഡ് ആക്ടിവേറ്റിംഗ് ക്യാൻഡിൽ. ഇതാണ് എൻ്റെ ബോഡി ക്ലോസ് ഇവിടെ വന്നതാണത്. 194.55 എൻ്റെ ബോഡി ക്ലോസ് വന്നതാണ്. ഞാൻ പറഞ്ഞ 194.50. അപ്പോൾ ബോഡി ക്ലോസ് മുകളിലാണ്. അപ്പോൾ ട്രേഡ് ആക്ടിവേറ്റ് ആയി. കറക്റ്റ് 10 പോയിൻ്റ് SL ഇടുക. ഇത് 10 പോയിൻ്റ് SL-ആണ്. പിന്നെ 50 പോയിൻ്റ് ടാർഗറ്റിക്ക് പോവുക. ഇത് ഓൾറെഡി SL അടിച്ച സൈഡ്. ഈ സൈഡിലും ഈ SL അടിച്ചു കൊടുത്ത് നമുക്ക് എൻട്രി എടുക്കാം. അതിവിടെ നിങ്ങൾ നോക്കി നോക്കി SL അടിച്ചു കൊടുത്ത് സെൽ എക്സ്പ്രഷൻ വന്നിട്ട് കുറച്ച് അടിയിലേക്ക് വന്നിട്ട് കയറി പോയിക്കണേ. ലിമിറ്റിൽ വന്നിട്ടില്ലേ. പിന്നത്തെ വേറൊരു ലെവലാണ് 221.40. ഇതും രാവിലെ കൊടുത്ത ലെവലാണ്. 221.40 കൊടുത്ത ലെവലാണ്. ഈ ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ടുള്ള എൻട്രിയാണ് കേട്ടോ. അത് കറക്റ്റ് ലിമിറ്റിൽ തട്ടിയിട്ടുള്ള എൻട്രിയാണ്. ഫർദർ അവിടെ നിന്ന് എടുത്തവർക്കും ഹൈ റിട്ടേൺസ് തന്നെയാണ് വന്നേക്കണത്. ഇവിടെ നിന്ന് എടുത്തവർക്ക് വരെ 100 പോയിൻ്റ് റിട്ടേൺസ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 50 പോയിൻ്റാണ് സംസാരിക്കുന്നത്. ഇവിടെയൊക്കെ SL ട്രൈ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റിക്ക് പോകാവുന്നതാണ്. അതൊക്കെ ഞാൻ എന്നും പറയാറുള്ള കാര്യം തന്നെയാണ്. SL വരുമ്പോൾ അത് കൊടുത്തിറങ്ങാണ്ട് അത് ഹോൾഡ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ SL കറക്റ്റായിട്ട് SL കൊടുത്തിറങ്ങണവർക്കാണ് ഈ പ്രോഫിറ്റൊക്കെ കിട്ടുള്ളൂ. പറയാമല്ലോ ഞാൻ. ഒപ്പം പറഞ്ഞു പോകേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. സെൻസസിന് നമുക്ക് ഉണ്ടായിരുന്ന ട്രേഡ് ഇതാണ്. 72.300 PL-ആണ്. ഈ ട്രേഡ് ആ ട്രേഡ് രണ്ട് ടൈമിൽ ആക്ടിവേറ്റ് ആയതാണ് കേട്ടോ. ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി ലിമിറ്റിക്കൊന്നും വന്നിട്ടില്ല. ഒരു ഡിസ്കൗണ്ട് പ്രൈസിന് ഇത് എടുക്കുക. ഡിസ്കൗണ്ട് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ തിരി അടി നമുക്ക് കിട്ടി. 629 കിട്ടും. 615 പറഞ്ഞത്. ഞാൻ തിരി കയറ്റി വെച്ചെന്നുള്ളൂ. ഇത് 200 പോയിൻ്റ് മൂവ്മെൻ്റാണ്. ട്രെയിൽ ചെയ്യുന്നവർക്ക് നല്ല രീതിക്ക് മൂവ്മെൻറ്റ് കിട്ടും. 350 പോയിൻ്റ് മൂവ്മെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ട്രേഡ് ചെയ്യണവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ 2 SL-ലും അല്ല 1 SL-ലും 2 ടാർഗറ്റിൻ്റെ കാര്യം പറഞ്ഞു. 21.50 P ഇതൊക്കെ ഔട്ട് ഓഫ് ദ മണിയാണ് കേട്ടോ. 21.50 P ഔട്ട് ഓഫ് ദ മണിയാണ്. ഇത് SL തന്നെയാണ്. SL സ്വൈപ്പ് ചെയ്ത് ഇത്തിരി മുകളിൽ കയറിയേക്കാണ്. പക്ഷേ കാര്യം SL തന്നെയാണ്. മനസ്സിലായില്ലേ. പിന്നെ ഇത് ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡാണ്. ഈ ട്രേഡ് നമുക്ക് SL സ്വൈപ്പ് ചെയ്തിട്ട് ഒരു 67 പോയിൻ്റ് മുകളിലേക്ക് പോയ ട്രേഡാണ്. ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ പണ്ടായിരുന്നു ഓൾറെഡി ഈ ചെറിയ ക്യാൻഡിൽസ് അടക്കം നല്ല രീതിക്കുള്ള ഒരു നിങ്ങളിവിടെ നോക്കുക കേട്ടോ. അത് ഈ ഒരു ചെറിയ ക്യാൻഡിൽ, ഈ ഒരു ഹാമർ പോലത്തെ ക്യാൻഡിൽ അത് നമ്മൾ വെച്ച് നോക്കി നോക്കുക. അതൊരു 9 രൂപ 10 രൂപയുടെ ക്യാൻഡിലാണ് ഈ ചെറിയ ക്യാൻഡിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്യാൻഡിലൊന്നും അടിയിലേക്ക് വന്നാൽ വരെ നമുക്ക് അടിച്ചു പോകും ഈസിയായിട്ട്. അതാണ് അവിടെ സംഭവിച്ചത്. സാധാരണ ദിവസങ്ങൾ അങ്ങനെ സംഭവിക്കാറില്ല. കുറേ നേരം നിന്നിട്ട് തന്നെ പോവാറ്. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം ആയതുകൊണ്ട് ഭയങ്കര പ്രീമിയം ആയതുകൊണ്ട് ഭയങ്കര മൂവ്മെൻ്റാണ്. വലിയ വലിയ ക്യാൻഡിൽസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ. അതാണെങ്കിൽ SL ഒന്നാണ്. പിന്നെ ഇതേ ട്രേഡ് ഇവിടെ ഒരു സെലബ്രേഷൻ വരികയാണ്. തിരിച്ച് കാണുന്ന സമയത്ത് സെലബ്രേഷൻ വരികയായിരുന്നെങ്കിൽ നമ്മൾ ആ എൻട്രി എടുത്തേനെ. പക്ഷെ അങ്ങനത്തെ ഒരു എൻട്രി വന്നിട്ടില്ലേ. ഇവിടെ സെലബ്രേഷൻ വന്നു. ക്യാൻഡിൽസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതായത് 204-ന് 224. അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ. അത്രയും വലുതാണ്. അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് പോയുണ്ട്. നോക്കിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ ഇത് SL കൊടുക്കാത്ത ആൾക്കാർക്ക് ഇത് പ്രോഫിറ്റാണ് കേട്ടോ. ചിലർക്കും പ്രോഫിറ്റ് അല്ല SL കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് വന്ന SL ഇതാണ് 22.150 C. ഇത് SL അല്ല കേട്ടോ. ഇത് ഒരു ചെറിയൊരു പ്രോഫിറ്റിന് ഇറങ്ങാനാണ് പറഞ്ഞത്. ഇത് SL ആയിട്ടില്ലേ. ഇത് ചെറിയൊരു പ്രോഫിറ്റിന് ഇറങ്ങാനാണ് പറഞ്ഞത്. അല്ലാതെ SL ഒന്നല്ല. അതിൻ്റെ നെഗറ്റീവ് സെൻറ്റിമെൻ്റാണ് ഇപ്പോൾ ഇറങ്ങാനാണ് പറഞ്ഞത്. ഞാൻ ഒരു 2 രൂപ 3 രൂപ എന്തായാലും പോയി കിട്ടിയിട്ടുണ്ടാവും. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുക്കാം. തിരിച്ച് കയറുമ്പോൾ പ്രോപ്പർ എൻട്രിയാണ്. നമ്മൾ നോക്കി വെക്കുക. നല്ലൊരു എൻട്രിയാണത്. തിരിച്ച് കയറുമ്പോൾ SL അടിച്ചോടെ തന്നെയാണ് ഈ എൻട്രി വരുന്നത്. 151 പോയിൻ്റ് മൂവ്മെൻ്റ് അവിടെ. അത് പക്ഷേ ഗ്രൂപ്പിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും റീ എൻട്രി എല്ലാ സ്ട്രൈക്കിലും ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ SL അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും റീ എൻട്രി ഉണ്ടാവും അവിടെ. ആ റീ എൻട്രിയാണ് ഞാൻ അവിടെ പറഞ്ഞത് കേട്ടോ. ബേസിക്കലി നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് ബൈയിങ്ങാണ് നമ്മൾ ചെയ്യണത്. ബൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വേണ്ടത് പ്രീമിയമാണ്. ഈ പ്രീമിയം ഒരു വ്യാഴാഴ്ച എക്സ്പയറി ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച തുറക്കുമ്പോൾ ഒരു 200 രൂപയൊക്കെ പ്രീമിയം ഉണ്ടാവും. തിങ്കളാഴ്ച അത് 150 വരും. ചൊവ്വാഴ്ച അതൊരു 120 100 വരും. ബുധനാഴ്ച ഒരു 100 90 80 ആ റേഞ്ചിലേക്ക് വരും. വ്യാഴാഴ്ച 50
40 റേഞ്ചിക്കൊക്കെ വരും, 50, 40, 20 അങ്ങനത്തെ റേഞ്ചിക്കൊക്കെ വരും. അങ്ങനെയാണ് ഓപ്ഷൻസിൻ്റെ ഒരു ഫോർമാറ്റ് നിഫ്റ്റിയിൽ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ നമുക്കൊന്നും കിട്ടിയിട്ടില്ലേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തിങ്കളാഴ്ച കിട്ടേണ്ട പ്രീമിയം എല്ലാം ശരിക്കും കിട്ടുകയാണത്, അതിൻ്റേതായിട്ടുള്ള എഫക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹൈ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാനിലൊക്കെ മതി ഈസി ആയിട്ട് SL പോകും. നമ്മൾ 10 പോയിന്റ് ചെറിയ SL ആണ്, അതൊക്കെ പോകാൻ ഒറ്റ ക്യാനിൽ മതി. അതൊക്കെയാണ് സംഭവിച്ചത്. വേറെ നല്ല സ്വൈപ്പ് ചെയ്ത് പോയി നമുക്ക് കുറേ അങ്ങനത്തെ നല്ല ട്രേഡ് മിസ്സായിട്ടുണ്ട്. നല്ലത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നല്ലത് പോയിട്ടുമുണ്ട്. അതാണ് പ്രശ്നം. നമ്മൾ പറയുമ്പോൾ ഈ ഓപ്ഷൻസ് വളരെ ഈസിയാണ്, പറഞ്ഞു പോകുമ്പോൾ വായോണ്ട് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ കാര്യം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുമ്പോൾ എളുപ്പമല്ല. നിങ്ങൾ ഏതൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ശരി, നിങ്ങൾ ഏത് ചെയ്യുന്ന ജോലിയേക്കാളും വലിയൊരു എഫേർട്ടുള്ളൊരു പരിപാടിയാണ് ഓപ്ഷൻസ് ട്രേഡിങ്. ഭയങ്കര എഫേർട്ടാണ് ഇതിൽ വേണ്ടത്. ഭയങ്കര മൈൻഡ് സെറ്റിനോട്ടിരുത്താം. എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടാണ്. മെയിനായിട്ട് ക്യാഷ് ഇട്ടിട്ടാണ് ചെയ്യണത്. ബാക്കി എല്ലാ ജോലിക്കും ക്യാഷ് ഇട്ട് കിട്ടുക ചെയ്യുക. ഇതിൽ നമ്മൾ ക്യാഷ് ഇട്ടാലേ ക്യാഷ് കിട്ടുള്ളൂ. അപ്പോൾ അതിനും മാത്രമുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം, അതിനും മാത്രമുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കണം. എന്നാലേ ആ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഓപ്ഷൻസ് പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒന്ന് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഒരു അറിവ്, നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള അറിവ്, മാർക്കറ്റിൽ ഓൾറെഡി നിൽക്കുന്ന അറിവല്ല പറയണത്, അതിൻ്റെ മുകളിൽ നമുക്ക് ഈസി ആയിട്ടൊരു അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻസിലേക്ക് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ അറിയണ എല്ലാ സ്ട്രാറ്റജിയും നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു ടൈമാണ് മാർക്കറ്റിനെ അറിയാവുന്ന എല്ലാ സ്ട്രാറ്റജീസും എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നിങ്ങളത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ മെച്ചം വരാൻ പോകുന്നില്ലേ. മാർക്കറ്റിന് ഇതുവരെയും കണ്ടുപിടിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ട്രേഡിംഗ് ആണ് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ മാർക്കറ്റിന് അറിയാത്തൊരു ഫോർമുല നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് മാർക്കറ്റിന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും സക്സസ് റേറ്റ് വരണം. SL ഇല്ല എന്ന് പറയണില്ല, SL ഒക്കെ ഉണ്ട്. SL ഇല്ല എന്നൊന്നും ട്രേഡിങ് ഇല്ല. അതാർക്കും ചെയ്യാൻ പറ്റില്ല കേട്ടോ. SL അടിക്കാണ്ടൊരു ട്രേഡ് ചെയ്യുക. ഒരു ദിവസം ഞാൻ നോക്കിയിരുന്നിട്ട് ഒരു ട്രേഡ് എടുക്കുള്ളൂ. അങ്ങനത്തെ വശം വിളിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അടിക്കാൻ നേരം ഉണ്ടാവുള്ളൂ. ഒറ്റ ട്രേഡ് SL പോയി കഴിഞ്ഞാൽ അവർക്ക് മതിയാവും. അവർ ഈ പറഞ്ഞ രീതിക്കുള്ള SL ആയിരിക്കും കേട്ടോ. SL കൂട്ടി വെക്കണ പരിപാടികളൊക്കെ ആയിരിക്കും. അതെന്തായാലും ഇല്ല, നമ്മൾ 10 പോയിന്റ് SL ആണ്, അത് പോയി കഴിഞ്ഞാൽ ഇറങ്ങുക. മാർക്കറ്റ് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടും. അത് 1-2 ട്രേഡ് SL അടിച്ചാലും 3-ാമത്തെ ട്രേഡ് ഈസി ആയിട്ട് ഹയർ റിട്ടേൺസ് തന്നെയാണ് കിട്ടുക. അത് തന്നെയാണ് ഇന്നും കാണുന്നത്. അപ്പോൾ എന്നും എനിക്കൊരു സക്സസ് റേറ്റ് എന്നും വേണം. ആ സക്സസ് റേറ്റ് എനിക്കുണ്ടായാലാണ് നിങ്ങൾക്കും നമ്മോടൊപ്പം ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സക്സസ് റേറ്റ് ഉണ്ടാക്കലാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇതേ ഒരു ടെക്നിക്ക് നിങ്ങൾക്കും പഠിക്കാം. അതെൻ്റെ അടുത്ത് DM ചെയ്ത് ചോദിച്ചാൽ നീ അത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. എനിക്കത് ഒളിപ്പിച്ച് വെച്ചിട്ട് എനിക്ക് മാത്രം ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പൊന്നും ഞാൻ പഠിച്ചിട്ടില്ലേ. അതുകൊണ്ടാണ് നിങ്ങൾക്കും പഠിപ്പിച്ചു തരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ. അല്ലാണ്ട് ഒരു യുണീക്ക് ടെക്നിക്ക് ഞാൻ പഠിച്ചു വെച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം, അങ്ങനെ സെറ്റപ്പില്ല. ഞാൻ എന്താണോ ചെയ്യണത് അതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരിക. മനസ്സിലായില്ലേ? താല്പര്യമുള്ളവർക്ക് അതിനൊക്കെ വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. നിങ്ങൾ കുറേ കോഴ്സ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇതൊക്കെ അതിന് വ്യത്യസ്തമായുള്ളൊരു സ്റ്റഡിയാണ്. മെയിനായിട്ട് സ്റ്റഡിയാണ് അത്. മനസ്സിലായില്ലേ? കോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളെല്ലാവരും ഡിഗ്രി പഠിച്ചതാണ്, 10 കഴിഞ്ഞാണ്, +2 കഴിഞ്ഞാണ്, നിങ്ങൾക്ക് കുറേ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പല ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ 10-100 ചാപ്റ്ററുള്ള ഒരു പുസ്തകമല്ല എൻ്റെ ഈ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് ആകെ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ചാപ്റ്ററാണ്. അത് നിങ്ങൾക്ക് യുണീക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്ക്. നാളെ ചൊവ്വാഴ്ചയാണ്, അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ.